ഇന്ത്യയിൽ പുരാതന കാലം മുതൽ ആരാധിച്ചു വന്നിരുന്ന ഒരു മൂർത്തിയാണ് യക്ഷി. ചരിത്രാതീത കാലം മുതൽ ഈ ആരാധനാ സമ്പ്രദായം നിലനിന്നിരുന്നു. ആദിദ്രാവിഡ ഗോത്രക്കാരും മറ്റുമാണ് യക്ഷിപൂജ നടത്തിയിരുന്നത്. യക്ഷന്റെ സ്ത്രീരൂപമാണ് യക്ഷി. യക്ഷി എന്ന വാക്കിലെ ഈ എന്നാൽ സമ്പത്ത് എന്നാണ്, അതായത് ലക്ഷ്മി. അമരകോശത്തിന്റെ പ്രഥമകാണ്ഡത്തിൽ സ്വർഗവർഗങ്ങളെപ്പറ്റി പറയുന്ന സ്ഥലത്ത് യക്ഷിയെക്കുറിച്ച് വ്യാഖ്യാനമുണ്ട്. അങ്ങനെ യക്ഷി എന്ന പദത്തിന് ലക്ഷ്മി എന്നും അർത്ഥം കൽപ്പിക്കാം. സൗന്ദര്യലഹരിയുടെ വ്യാഖ്യാനത്തിൽ തന്ത്രശാസ്ത്രത്തിൽ 64,000 യക്ഷിണികളുടെ ഉപാസനയെപ്പറ്റി പറയുന്നുവെന്ന് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നു. കിങ്കിണി ശാസ്ത്രത്തിലെ ഉപാസനാ രീതിയാണ് ഇന്ന് ലഭ്യമായത്. അവ കഠിനവും നിഷ്ഠാപൂർണവുമാണ്. മന്ത്രമഹാർണവം എന്ന ഗ്രന്ഥത്തിൽ 36 യക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട്. മന്ത്രവാദ വിഷയത്തിലും ഇവയെ കാണാം. സമാന്തര മനഃശാസ്ത്രത്തിലെ ചില പഠനങ്ങൾ ഈ പ്രതിഭാസത്തെ അത്ര കണ്ട് തള്ളിക്കളയുന്നില്ല. വിവിധ മതങ്ങൾ പല കാലഘട്ടങ്ങളിലും യക്ഷി സങ്കല്പത്തെ തങ്ങളുടേതാക്കി മാറ്റുവാൻ ശ്രമിച്ചിട്ടുണ്ട്. യക്ഷയക്ഷി സങ്കല്പങ്ങളോട് ഋഗ്വേദ കാലത്ത് ഹിന്ദുമതം വെറുപ്പും ഭീതിയും കലർന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അഥർവവേദ കാലത്തോടെ ഈ സമീപനത്തിന് മാറ്റം വന്നു. ഋഗ്വേദ കാലത്ത് യക്ഷർ ബ്രാഹ്മണരല്ലാത്തവരുടെ ആരാധനാമൂർത്തികളായിരുന്നതിനാലാവാം ഇത്തരത്തിൽ അവഗണനയുണ്ടായത്. പല ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ നിന്നും യക്ഷി സങ്കല്പത്തിന്റെ ആദിമ രൂപങ്ങൾ ലഭ്യമാണ്. ഭാഗവത പുരാണത്തിലും മത്സ്യപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും വായു പുരാണത്തിലും ദേവി ഭാഗവതത്തിലും യക്ഷയക്ഷി പരാമർശങ്ങളുണ്ട്. കാളിദാസന്റെ മേഘസന്ദേശത്തിൽ യക്ഷനാണ് പ്രധാന കഥാപാത്രം. രാമായണം, മഹാഭാരതം, കഥാസരിത് സാഗരം, ബൃഹത് കഥ എന്നിവയിലും യക്ഷി സാന്നിധ്യം കാണാം. പിൽക്കാലത്ത് ജൈന ബുദ്ധമതങ്ങൾ യക്ഷി സങ്കല്പത്തെ ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചു. ഇതിന്റെ ഫലമായി യക്ഷി പൂജയ്ക്കും യക്ഷി ആരാധനയ്ക്കും പ്രചാരം ലഭിച്ചു. കേരളത്തിൽ യക്ഷി ആരാധന തുടങ്ങുന്നത് ജൈനമതത്തിന്റെ വ്യാപനത്തോടെയാണ്. 8-ാം നൂറ്റാണ്ട് മുതൽ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ യക്ഷി ആരാധന ഉണ്ടായിരുന്നു. കേരളത്തിലും ഈ കാലത്ത് തന്നെ ഇത് വ്യാപിച്ചിരുന്നതായി കരുതാം. തിരുവല്ല വല്ലഭ ക്ഷേത്രത്തിൽ യക്ഷിയെ ഉപദേവതയായി ആരാധിച്ചിരുന്നതായി തിരുവല്ല ചെപ്പേടുകളിൽ പറയുന്നുണ്ട്. ഐതിഹ്യങ്ങളിലും സാഹിത്യ രചനകളിലും യക്ഷി സങ്കല്പം ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ നാടോടി കഥകളിലും കാണുന്ന ഒരു കഥാപാത്രമാണ് കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷി. കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ പ്രദേശത്ത് വാണിരുന്ന ദേവദാസിയായ കാർവേണിയുടെ പുത്രിയായിരുന്നു അല്ലി. സുന്ദരിയായ അവൾ അവിടുള്ള ശിവൻ കോവിലിലെ പൂജാരിയുമായി പ്രണയത്തിലായി. പിന്നീട് അവരുടെ വിവാഹവും നടന്നു. എന്നാൽ ദുർനടപ്പുകാരനായ നമ്പി പണം മോഹിച്ചാണ് അവളെ വിവാഹം ചെയ്തത്. അല്ലി ഭർത്താവിനോടൊപ്പം വീട് വിട്ടിറങ്ങി. വഴിമധ്യേ സ്വന്തം മടിയിൽ തലവെച്ചുറങ്ങിയ അല്ലിയെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി തലയിൽ കല്ലുകൊണ്ട് അടിച്ചു കൊന്നു. അല്ലിയെ തിരക്കി വന്ന അനുജൻ അമ്പി ഈ രംഗം കണ്ട് തലതല്ലി മരിച്ചു. ഇവർ രണ്ടുപേരും ചോളരാജാവിന്റെ കുട്ടികളായ നീലനും നീലിയുമായി ജനിക്കുന്നു. തുടർന്ന് രാജ്യത്തിലുടനീളം ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ടായി. ഇതിന് കാരണം കുട്ടികളാണെന്ന് മനസ്സിലാക്കിയ ചോളരാജാവ് കുട്ടികളെ പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു. അതിന് സമീപമായുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് കുട്ടികളുടെ വിഹാര കേന്ദ്രം. നാട്ടിലെ 70 ഊരാൺമക്കാർ ചേർന്ന് മാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ വരുത്തി നീലനെ ആവാഹിച്ചു തളച്ചു. എന്നാൽ നീലിയെ തളയ്ക്കാനായില്ല. ഇതിനിടയിൽ നാഗർകോവിൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി. ഇതേ സമയത്ത് പൂജാരി നമ്പിയുടെ പുനർജന്മമായ ആനന്ദൻ എന്ന കാവേരി പൂമ്പട്ടണം സ്വദേശി പഞ്ചവങ്കാട് വഴി മുസിരിസിലേക്ക് വ്യാപാരത്തിനായി പോകാനൊരുങ്ങി. കയ്യിൽ മാന്ത്രിക ദണ്ടുണ്ടായിരുന്ന ആനന്ദനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. അയാൾ ഓടി ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഇതിനിടയിൽ യക്ഷി മായ കാട്ടി കുട്ടിയോടുകൂടിയ ഒരു സ്ത്രീരൂപം ധരിച്ച് തന്റെ ഭർത്താവ് താനുമായി വഴക്കിട്ട് ഓടിപ്പോവുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അയാൾ യക്ഷിയാണതെന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, യക്ഷി അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഊരാൺമക്കാർ 70 പേരും അയാളോടൊപ്പം മരിക്കുമെന്ന് സത്യം ചെയ്തു. നിവൃത്തിയില്ലാതെ അവിടെ കഴിഞ്ഞ ആനന്ദനെ രാത്രി തന്ത്രപൂർവ്വം നീലി വധിക്കുന്നു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ട ഊരാൺമക്കാർ വാക്കുപാലിക്കാനായി അഗ്നിപ്രവേശം ചെയ്തു. തന്റെയും തന്റെ സഹോദരന്റെയും മരണത്തിന് കാരണക്കാരനായ ആനന്ദനെയും 70 ഊരാൺമക്കാരെയും വധിച്ചതിനാൽ നീലി ഒരു
കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ക്രമേണ മാതൃദേവതയായി മാറുകയും ചെയ്തു. ഇതുപ്രകാരം യക്ഷി അടങ്ങിയില്ലെന്നും പിന്നീട് കടമറ്റത്ത് കത്തനാരാണ് നീലിയെ തറച്ചതെന്നും ഒരു വിശ്വാസമുണ്ട്. CV രാമൻ പിള്ളയുടെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയിൽ പരാമർശിക്കപ്പെടുന്ന പഞ്ചവങ്കാട്ടിലെ നീലിയും കള്ളിയങ്കാട്ട് നീലി തന്നെയാണെന്ന് കരുതപ്പെടുന്നു. തെക്കൻ തിരുവിതാംകൂറിലെ ഇളയിടത്ത് സ്വരൂപത്തിൽ മറവങ്കോടെന്ന വനത്തിൽ വിഹരിച്ചിരുന്നതായി പറയപ്പെടുന്ന ഒരു യക്ഷിയാണ് മറവങ്കോട് യക്ഷി. തന്നെ ചതിച്ചുകൊന്ന കാമുകനെ പുനർജന്മത്തിൽ മൃഗീയമായി കൊലപ്പെടുത്തി പ്രതികാരം ചെയ്യുന്ന കഥയാണ് പഴയന്നൂർ നീലിയുടേത്. ഇന്നും തമിഴ്നാട്ടിലെ പലയിടങ്ങളിലും നീലിയെ ഗ്രാമദേവതയായി ആരാധിക്കുന്നുണ്ട്. തന്നെ കൊല ചെയ്ത കൊള്ളക്കാരെ ഘോരരൂപിണിയായ യക്ഷിയായി ഉയർത്തെഴുന്നേറ്റ് സംഹരിക്കുന്ന കഥയാണ് പൊന്നിറത്താളിൻ്റേത്. എന്നാൽ ചെമ്പകവല്ലിയുടെ കഥ വ്യത്യസ്തമാണ്. തന്റെ ഭർത്താവിന്റെ വിയോഗത്തിൽ ദുഃഖിതയായി അയാളുടെ ചിതയിൽ സതി അനുഷ്ഠിച്ച് യക്ഷിയായി ഉയർത്തെഴുന്നേൽക്കുകയും ദേവതയായി ആരാധിക്കപ്പെടുകയും ചെയ്യപ്പെട്ടുവത്രേ. ദക്ഷിണ തിരുവിതാംകൂറിലെ കാഞ്ഞിരക്കോടെന്ന പ്രദേശത്ത് മംഗലത്തെന്ന നായർ തറവാടുണ്ടായിരുന്നു. അവിവാഹിതനായ ഗോവിന്ദനായിരുന്നു തറവാട്ടുകാരണവർ. അദ്ദേഹത്തിന്റെ അനുജത്തി ശ്രീദേവി അതിസുന്ദരിയായിരുന്നു. വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മ മഹാരാജാവിന്റെ മകനായ രാമൻ തമ്പിക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ശ്രീദേവി. മംഗലത്തെ അനവധി പരിചാരകന്മാരിൽ ഒരാളായിരുന്നു രാമൻ. ഇയാൾ ഉത്തമ പുരുഷലക്ഷണങ്ങൾ തികഞ്ഞയാളായിരുന്നു. കരുത്തനായ രാമന്റെ ചുമലിൽ കയറി യാത്ര ചെയ്യുന്ന പതിവ് ഗോവിന്ദനും ശ്രീദേവിക്കും ഉണ്ടായിരുന്നു. ക്രമേണ രാമനിൽ ആസക്തയായ ശ്രീദേവി അവനെ പ്രണയിച്ചു. ഗോവിന്ദനും രാമനും ആത്മമിത്രങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നെങ്കിലും രാമനെ ശ്രീദേവിയിൽ നിന്ന് രക്ഷിക്കാൻ ഗോവിന്ദൻ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ ജ്യേഷ്ഠന്റെയും കാമുകന്റെയും ചങ്ങാത്തം അവളെ അസ്വസ്ഥയാക്കി. രാമൻ വിവാഹിതനായിരുന്നു. രാമന്റെ ഭാര്യാസ്നേഹം ശ്രീദേവിക്ക് സഹിക്കാനായില്ല. അതിനാൽ അവൾ രാമന്റെ ഭാര്യയെ ഇല്ലാതാക്കി. ഇത് ഗോവിന്ദൻ അറിയാമായിരുന്നു. ഒരിക്കൽ രാമന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഗോവിന്ദൻ ഇക്കാര്യം രാമനോട് വെളിപ്പെടുത്തി. ഒരു ദിവസം ശ്രീദേവിയെ രാമൻ കഴുത്തു ഞെരിച്ചു കൊന്നു. ഗോവിന്ദൻ ഇക്കാര്യം കണ്ടില്ലെന്ന് നടിച്ചു. ശ്രീദേവി ഒരു യക്ഷിയായി കാഞ്ഞിരക്കോട്ട് തന്നെ പുനർജനിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ഒരു മാദക സുന്ദരിയായി മാറി. അവൾ രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തി. രാമൻ നിരാകരിച്ചു. അതോടെ അവൾ ഭീകരരൂപിയായി അവനെ ദ്രോഹിച്ചു തുടങ്ങി. തന്റെ കൂട്ടുകാരനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ബലരാമോപാസകനായ ഗോവിന്ദനെത്തി. 3 ഉപാധികൾ അംഗീകരിക്കുന്നതായി വിളക്ക് പിടിച്ച് സത്യം ചെയ്താൽ 1 ആണ്ട് കാലം രാമനെ നൽകാമെന്ന് ഗോവിന്ദൻ ശ്രീദേവിയോട് പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞാൽ അവളെ ക്ഷേത്രമുണ്ടാക്കി കുടിയിരുത്തും. ക്ഷേത്രം നശിക്കുമ്പോൾ മോക്ഷത്തിനായി അവൾ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിക്കണം. ഗോവിന്ദന് രാമനുമായുള്ള ബന്ധം ഈ ജന്മം മാത്രമല്ല, ഇനിയുള്ള ജന്മങ്ങളിലും നിലനിൽക്കാൻ ശ്രീദേവിയും പ്രാർത്ഥിക്കണം. 3 നിബന്ധനകളും പാലിക്കാമെന്ന് യക്ഷി വിളക്ക് തൊട്ട് സത്യം ചെയ്തു. രാമനോടൊപ്പമുള്ള 1 ആണ്ടിന് ശേഷം യക്ഷിയെ ക്ഷേത്രത്തിൽ കുടിയിരുത്തി. ക്ഷേത്രം നശിച്ചതിൽ പിന്നെ സ്വതന്ത്രയായ അവൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തെക്കേടത്ത് നരസിംഹസ്വാമിയെ മോക്ഷാർത്ഥം ശരണം പ്രാപിച്ചു. കാഞ്ഞിരോട്ട് യക്ഷി ഇപ്പോഴും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിൽ നരസിംഹോപാസന ചെയ്തു കഴിയുന്നു എന്നാണ് വിശ്വാസം. ഈ യക്ഷിയുടെ മോഹനവും രൗദ്രവുമായ രൂപങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ വരച്ചു വച്ചിട്ടുണ്ട്. പല യക്ഷികളുടെയും പ്രതിമകളുണ്ട്. മലമ്പുഴയിൽ കാനായി കുഞ്ഞിരാമൻ ഒരു യക്ഷിയുടെ പ്രതിമ നിർമ്മിച്ചിട്ടുണ്ട്. കുരുക്ഷേത്രത്തിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പരശുരാമനാൽ നിർമ്മിച്ച ഒരു സ്ഥലമാണ് യക്ഷിണി തീർത്ഥം. സ്ത്രീരോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും ശത്രുസംഹാരവുമാണ് യക്ഷിക്കോലങ്ങൾ തുള്ളിക്കുന്നതിന് പിന്നിൽ. കിരീടാകൃതിയിലുള്ള കോലനിർമ്മിതിയാണ് യക്ഷിയുടേത്. യക്ഷിക്ക് കണ്ണും കുറിയും വളഞ്ഞ പല്ലും കുരുത്തോല നഖങ്ങളും ഉണ്ടാകും. മായായക്ഷിക്ക് മുൻഭാഗത്തേക്ക് നീണ്ടു നിൽക്കുന്ന കൊമ്പുകൾ ഉണ്ടാകും. 21 പാളകൾ ഉപയോഗിച്ചെഴുതുന്ന വലിയ കോലമാണ് കാലയക്ഷിയുടേത്. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന യക്ഷയക്ഷി ആരാധനയുടെ തെളിവുകൾക്ക് ചിതറാൾ, കല്ലിൽ എന്നിവിടങ്ങളിലെ ഗുഹാക്ഷേത്രങ്ങളിലെ യക്ഷി വിഗ്രഹങ്ങളെയും വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്ത് താഴേക്കാവിൽ നിന്ന് ലഭിച്ച ശിലാലിഖിതങ്ങളെയും ആധാരമാക്കാവുന്നതാണ്.